ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗിൽ 2 ദിവസം കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഞാൻ വീട്ടിലുള്ള ഒരു ജോലികളും ചെയ്യാതിരുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കുറച്ച് പുറത്തു പോയ കാര്യങ്ങളാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് റിച്ചാർഡിന് നൂഡിൽസ് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അവന് മാത്രമേ 2 പാക്കറ്റ് നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവന് ഇഷ്ടം ഇൻഡോമിയുടെ നൂഡിൽസാണ്. മാഗിയുടെ നൂഡിൽസ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിട്ടിരിക്കുന്നതാണ് മാഗി നൂഡിൽസ്. പിന്നെ അതിൽ ഇത്തിരി ഓയിലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കുള്ളൂ. എങ്കിലും അവന് ആ ടേസ്റ്റും ഒട്ടും തന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഈ ഇൻഡോമിയുടെ നൂഡിൽസിൽ ഈ ഓറഞ്ച് കളറിലെ ആ ഒരു പാക്കറ്റിൻ്റെ നൂഡിൽസിൽ സോസ് മാത്രമാണ് ഇല്ലാതെ ഉള്ളത്. ബാക്കി 2 തരം ടേസ്റ്റ് മേക്കറും പിന്നെ ഒണിയൻ ഓയിലും ഉണ്ട്. അപ്പോൾ ഇത് ഇടുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റും നൂഡിൽസ് നല്ല വിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ. നമ്മൾ മാഗിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇതിന് വില കൂടുതലാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആ ഓറഞ്ച് പാക്കറ്റിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ യെല്ലോ പാക്കറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉള്ളത് ഓറഞ്ചും റെഡുമാണ്. പിന്നെ എനിക്കിങ്ങനെ നൂഡിൽസ് ഞാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പപ്പയും പുട്ട് കഴിച്ച് പിന്നെ ഒരു കട്ടൻ കപ്പിയും കൂടി ചേർത്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ നേരത്തെ നൂഡിൽസിൻ്റെ മീതയിൽ ഇവർക്ക് ബുൾസൈ, ഉപ്പും കുരുമുളക് പൊടി ഇടാത്ത ബുൾസൈ, വെറുതെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബുൾസൈ വെച്ച് കൊടുക്കുന്നത് ഇഷ്ടമായിരുന്നു. അത് ചേർത്തിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണെന്ന് പറഞ്ഞത് നൂഡിൽസ് കഴിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ എന്തോ റിച്ചാർഡിന് അത് മടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ റിച്ചാർഡ് അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ പിന്നെ ബുൾസൈ വെച്ചിട്ട് കൊടുക്കാറില്ല. വെറുതെ ഇങ്ങോട്ട് നൂഡിൽസ് കൊടുക്കുകയാണ്. വെജിറ്റബിൾ ഇടാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഒന്നും തന്നെ ഇടാറില്ല. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൺവിൻസ് ആവണമെന്ന് നിർബന്ധമില്ല. അത് പറയുന്നത് നമുക്കറിയാം, ശരിയായ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നിർബന്ധപൂർവ്വം അവരോട് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകുകയില്ല. മനസ്സിലായെന്ന് പറഞ്ഞ പോലെ അവർ നിന്നിട്ട് കൂടുതൽ ട്രബിളിലേക്ക് ആ പ്രശ്നം പോവുകയും ചെയ്യും. അതിൽ നല്ലത് കാലം കരുതി വെച്ചിരിക്കുന്ന ആ ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഈ ഒരു സംഭവം അവർക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു ഘട്ടത്തിലെത്തും. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, അതുവരെ സൈലൻ്റ് ആയിട്ടിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആ സമയം നമുക്ക് വേദന ഉണ്ടാക്കുന്ന സമയമാണ്. പക്ഷേ കാലം അത് തിരുത്തി കൊടുക്കുന്ന സമയം വരുമ്പോൾ നമുക്ക് തല ഉയർത്തി നിൽക്കാനും സാധിക്കും. തുമ്മൽ വന്ന കൊച്ചിന് അത് ചോദിച്ചപ്പോൾ തുമ്മൽ പോയിട്ടാ. തുമ്മിക്കോ മുത്ത്, തുമ്മിക്കോട്ടാ. തുമ്മാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല, പ്രൈവസി ഇല്ല കൊച്ചിന്. ഇല്ല പിന്നെ മുത്തേ, അമ്മിയുടെ തത്തുമ്മേ, മമ്മിയുടെ തത്തുമ്മേ. അമ്മിയുടെ മോനിങ്ങോട്ട് അതെ സേട്ട ഇരിക്കണുണ്ട് ഇവിടെ ഇരുന്ന് വെച്ച്. സേട്ടയുടെ അടുത്ത് വന്നിരിക്കും. അതെ സേട്ട ബെഡ് കോഫി കുടിക്കണേ, ബെഡിലിരുന്ന്. വാ മുത്തുപ്പാ, അവിടെ മുമ്പായി കേട്ട്. തുമ്മല് കുറേ നേരം തുമ്മിയത. ക്യാമറ കണ്ടതാ തുമ്മല് പമ്പ കിടന്നു. കത്തുമ്മു കൊച്ചിനെ മമ്മിയെ ഒരു ഷാമ്പൂ ഇട്ട് കുളിക്കണ്ടേ കേട്ടപ്പോ ഒന്ന് മേടിച്ചു. കുളിക്കണ്ടേ പിന്നെ നമുക്ക് കുളിക്കണ മുത്തിന്. അല്ല ഇന്നലെ കംപ്ലീറ്റ് മുടി വാരി കളഞ്ഞിട്ട് വേണ്ട. ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ നേരം എൻ്റെ കൂടെ ഇരുന്ന് വാരെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മസാജ് ചെയ്യണം, അത് വെച്ചിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് കൊച്ച് കുറേ നേരം ഇരുന്ന് തന്നടാ. കാരണം എന്താണെന്നറിയോ, ഫോൺ വെച്ചില്ല, ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അവൾ ഇരിക്കൂല. ക്യാമറ ഇല്ലാതെ കൊച്ചിനെല്ലാം ചെയ്ത് കൊടുത്ത്. അല്ലേ മുത്തേ, അല്ലേ തമ്മോ? ഇവിടെ മോൻ തന്നെ പമ്മിട മുത്താണ്, തമ്മിട മോൻ പാവം കുഞ്ഞാണ്. അപ്പോൾ നമ്മളുടെ റൂബി രാവിലെ തന്നെ വിശക്കുന്ന പോലെ കാണിച്ച്.
അത് എൻ്റെ മുഖത്തേക്ക് കുറേ നേരം നോക്കി എൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വിചാരിച്ചു അവൾക്ക് വിശക്കുന്നുണ്ടെന്ന്. എത്ര വിശക്കുന്നുണ്ടെങ്കിലും അവൾ വാരി കൊടുക്കാതെ കഴിക്കൂല. അപ്പോൾ 2 മുട്ട എടുത്ത് ഞാനൊന്ന് ബോയിൽ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കണേ. കാരണം ഫ്രിഡ്ജിൽ ചിക്കൻ വേവിച്ചതുണ്ടെങ്കിലും അത് ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് ചൂടാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ അതിൽ നല്ലത് അത് പുറത്ത് നേരത്തെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് മാറിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അത് സാവധാനം കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വിശപ്പ് ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 മുട്ട ബോയിൽ ചെയ്തിട്ട് കൊടുത്തതാണ് കേട്ടോ. ഇന്ന് ഞാൻ ഇതുവരെ കാണിച്ചു തരാത്ത ഒരു കാര്യം കാണിച്ചു തരാം. കുറേ നാൾ മുൻപ് തന്നെ നമ്മളുടെ ഹെയർ എക്സ്റ്റൻഷൻ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹെയർ ലൂസായിട്ടുള്ളത് കണ്ടിട്ടില്ല, അയച്ചിടുന്ന കണ്ടിട്ടില്ല എന്ന് നിങ്ങളെപ്പോഴും പറയാറുണ്ട്, അത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ ഇന്ന് കാണിച്ചു തരാം. കാരണം എനിക്ക് ഒട്ടും ലെങ്ത് ഇല്ലാത്തൊരു മുടിയാണ്. അപ്പോൾ ഈ ലെങ്ത് ഇല്ലാത്ത ഈ ഒരു മുടി വെച്ചിട്ട് എനിക്ക് മുടി അഴിച്ചിടാനൊന്നും ഒട്ടും താല്പര്യമില്ല. കാരണം എൻ്റെ മുടി അങ്ങനെ ലെങ്ത് വെക്കാത്ത മുടിയാണ്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെ തന്നെയാണ്. ഒട്ടും ലെങ്ത് ഇല്ലാത്ത മുടിയാണ്. പണ്ട് ലെങ്ത് ഉണ്ട്, ചെറുപ്പത്തിൽ. പ്രായമാകും തോറും ലെങ്ത് കുറഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ മുടി ലെങ്ത് വെക്കുന്നത് മൊത്തത്തിലല്ല, കുറച്ച് മുടി മാത്രം ഇങ്ങനെ താഴേക്ക് വളരും. എല്ലാ മുടിയും ഒന്നിച്ച് വളർന്നാലല്ലേ തിക്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വളരുന്നത് നമ്മൾ വെട്ടിക്കളയാതെ നിവർത്തിയില്ല, കാരണം ഭയങ്കര പൂട പോലെ വരും. അപ്പോൾ അത്രയും മുടി മാത്രമാണ് ലെങ്ത് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുന്ന മുടിയാണ്. വലിയ വലിയ ഒടിവുകളാണ് ഈ മുടിമേലുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുടി വലിക്കുമ്പോൾ ലെങ്ത് തോന്നും, വിടുമ്പോൾ അത് മുകളിലേക്ക് നിൽക്കുന്ന പോലെയാണ്. സ്പ്രിങ് മുടിയല്ല, പക്ഷേ വലിയ ഒടിവുകളുള്ള മുടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ ഒടിവുകൾ കൂടുതൽ ഒടിവുകളായിട്ട് ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മുടി അഴിച്ചിടാനേ പറ്റില്ല. അപ്പോൾ ചെയ്യാവുന്നൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഹെയർ ലെങ്ത്തിൽ കിടക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ മുടിയിലൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുടി ഡാമേജ് ആകാനാണ് സാധ്യത. കാരണം ഒട്ടും തിക്നെസ് ഇല്ലാത്തൊരു മുടിയാണ്, ലെങ്ത്തും ഇല്ല തിക്നെസ്സും ഇല്ലാത്തൊരു മുടിയാണ്. അപ്പോൾ ഉള്ള മുടി തന്നെയും അയൺ ചെയ്ത് ഒന്നുകൂടി അത് കളയണോ എന്നുള്ളൊരു സംശയത്തിലാണ് നമ്മൾ അയൺ ചെയ്യാത്തത്. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് അയൺ ചെയ്തൊന്ന് നോക്കണം, അപ്പോൾ എന്തോരം ലെങ്ത്ത് കിട്ടും എന്ന് നോക്കണം. അത് പിന്നെ ഒടിഞ്ഞങ്ങനെ പോകില്ലല്ലോ, ഒരു കുളി കഴിയണവരെ അത് നിൽക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഒടിവ് നിവർന്ന് കഴിയുമ്പോഴത്തേക്കും ലെങ്ത്ത് ഒരുവിധം ആകുമല്ല എന്നെനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒട്ടും ഹെൽത്ത് ഇല്ലാത്തൊരു മുടിയാണ്. അത് നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ളൊരു മുടിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള മുടികൾക്ക് വേണ്ടി നമ്മൾ എന്ത് തന്നെ ചെയ്താലും നമ്മുടെ മുടി പഴയതുപോലെ തന്നെ നിൽക്കുകയുള്ളൂ. കാരണം കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കണതിന് തുല്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റിന് പോകാത്തത്. പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ മുടിയുടെ കൊഴിച്ചിൽ ഇത്തിരി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തലയിൽ നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട്, നെറുകം തലയിൽ നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ ഹോമിയോ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനത് നിർത്തിയിട്ടുണ്ട്. കാരണം അത് ഏകദേശം ആ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോയ സ്ഥലത്തേക്ക് മുടി വന്നിട്ടില്ല. ആ മുടി ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് കുറച്ചിങ്ങനെ നല്ലതായിട്ട് തന്നെ തലയോട്ടി കാണുന്നുണ്ട്, അവിടെ മുടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മളുടെ വേറെ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് പോയ സ്ഥലത്തിന് മുടി വരില്ല എന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഹോമിയോ ഡോക്ടർ പറഞ്ഞത് അത് വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് തലയിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇതുമേൽ എൻ്റെ തലമേലൊന്നും ചെയ്യാൻ തോന്നാത്തത്. തലയിൽ ഓയിലുകൾ ഇടാനൊന്നും എനിക്ക് പറ്റില്ല. പെട്ടെന്ന് തന്നെ ശരീരം വേദന, നടുവേദനയൊക്കെ വരും, നീരിറക്കം ഉണ്ടായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓയിലൊന്നും ഞാൻ തലയിൽ ഇടാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ മുടിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും കുറച്ച് ചിക്കൻ മന്തി റിച്ചാർഡിന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇത്തിരി ചിക്കൻ ഇട്ടിട്ട് ഞാൻ വേവിക്കണേണ്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റൈസിന് ഞാൻ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം ചിക്കനും കൂടിയിട്ട് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഇത്തിരി വറ്റിക്കൊണ്ടിരിക്കണല്ലേ, എന്നിട്ടല്ലേ നമ്മൾ അരി ഇടുന്നത്. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ഈ ടേസ്റ്റ് മേക്കർ മറ്റേ ചിക്കൻ്റെ ക്യൂബിൻ്റെ 1/4 ഭാഗം മാത്രമേ ഇടണുള്ളൂ കേട്ടോ. കാരണം വളരെ കുറച്ചേ നമ്മൾ വെക്കണുള്ളൂ, ഭയങ്കരമായിട്ട് ഉപ്പ് കൂടി പോകുമല്ലോ എന്നുണ്ടെങ്കിൽ. 2 കപ്പ് റൈസിന് 2 കപ്പ് ഉപ്പ് ഞാൻ 2 സ്പൂൺ ടീസ്പൂൺ 2 ടീസ്പൂൺ, അതായത് 1 കപ്പിന് 1 ടീസ്പൂൺ ഉപ്പ് വെച്ചിട്ട് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂടുതലിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഉപ്പ് കൂടും. അപ്പോൾ ചിക്കൻ കുറച്ച് ഉപ്പ് എടുക്കുമല്ലോ, അതുകൊണ്ടാണ് അത്രയും 2 ടീസ്പൂൺ ഇട്ടത് 2 കപ്പിന്. അല്ലെന്നുണ്ടെങ്കിൽ
അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഇട്ടാൽ മതിയാവും 1 കപ്പ് റൈസിന്. അപ്പോൾ അത് ഞാൻ ഒന്ന് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്തിരി ഓയിലും കൂടി ചേർത്തിട്ട് ഇതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര ഹാർഡായിട്ട് ഫ്രൈ ചെയ്യാതെ ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലാണ് ഫ്രൈ ആകുകയും ചെയ്യും, അന്ന് ഭയങ്കര ഹാർഡായി പോകാതെ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചും എടുത്തിട്ട് നമ്മുടെ റൈസിൻ്റെ മീതയിൽ വെച്ച് ഒന്ന് പുകയും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തി റെഡി. ഏറ്റവും എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു സംഭവമാണ്. കാരണം ഇതിൻ്റെ സവാളയൊന്നും നമുക്ക് വേണ്ട, സവാള അരിഞ്ഞ് വറുക്കാനോ അങ്ങനെയുള്ള ടൈമൊന്നും പോകില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അടുത്ത കാര്യം ചെയ്താൽ മതി. ആദ്യം തന്നെ ഇത്തിരി വെള്ളം, വെറുതെ പച്ചവെള്ളം ഒന്ന് അളന്നെടുക്കണമെന്നേ ഉള്ളൂ. അളന്നെടുത്ത് വെച്ച് ആ തിളക്കുന്ന ആ നേരം കൊണ്ട് നമുക്ക് സ്പൈസസും മറ്റേ ഇതിനകത്ത് നാരങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡ്രൈ ലെമണും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസം മുൻപ് എല്ലാം തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ ഡ്രൈ ലെമണും അതൊക്കെ ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും സ്പൈസസൊക്കെ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ കഴുകിയ അരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് എണ്ണ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ എണ്ണ ഇടരുത്. ഇതിപ്പോൾ പാകത്തിലുള്ള എണ്ണ ഉണ്ടായത്. എണ്ണ എന്തായാലും ഒഴിക്കണം, എന്നാലാണ് ആ റൈസ് ഇത്തിരി നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ. കാരണം ആ ചിക്കൻ്റെ ഫ്രൈ ആയ ടേസ്റ്റ് ആ എണ്ണയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം അതിനകത്തേക്ക് ഒഴിക്കണം. ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഉള്ള എണ്ണ മൊത്തം ഇതിനകത്തേക്ക് ഒഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിതുവരെ അതിനകത്ത് എണ്ണ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ ആ പച്ചമുളക് കൂടി കുത്തി വെച്ചിട്ട് ഒരു കോള് കൂടി കത്തിച്ച് വെച്ച് ഇത്തിരി ഓയിൽ ഇതിനകത്ത് യൂസ് ചെയ്തത് ഏത് ഓയിൽ, ആ ഓയിൽ തന്നെ അതിൻ്റെ മീതയിലേക്ക് ഒഴിക്കുക. ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ടില്ല, കാരണം അത് വെന്ത് വരണേ ഉള്ളൂ റൈസ്. അപ്പോൾ റൈസ് വേഗം ചെയ്യും, ആ പുകയുമൊക്കെ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ചിലപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ചില സമയത്ത് ഈ കോള് വെക്കാൻ സാധിക്കുക. ആ നേരത്ത് ആയിരിക്കും ചിലപ്പോൾ കോള് കത്തി വരുന്നത്. ഇത് കറക്റ്റ് ടൈമിൽ കോള് കത്തി വന്നു. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചാവും, വേഗം ചെയ്യും, ആ സ്മെല്ലും ഒക്കെ കിട്ടും. പെട്ടെന്ന് തന്നെ തുറക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തുറക്കണം. റിച്ചാർഡ് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണേണ്. അപ്പോൾ 12 മണി മുതൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ 12:30 എനിക്ക് പോകണമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് വേഗം ഞാൻ അവൻ്റെ കാര്യം വേഗം ചെയ്തിട്ടാണ്. ഇനി ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഇത്തിരി കറിയൊക്കെ വെക്കണം. അത് സാവധാനം ഇത് അവൻ്റെ റെഡിയായി കൊടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തിരി തക്കാളിയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് അരച്ചൊരു അറബിക് സാലഡും പിന്നെ ഇത്തിരി മയണൈസും കൂടി ഉണ്ടാക്കണേ. മയണൈസിന് അപ്പോൾ കുരുമുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊടിക്കാനായിട്ട് നിന്നില്ല, നേരം പോകും. അതുകൊണ്ട് ഞാൻ ഇത്തിരി മുഴുവൻ കുരുമുളകാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇത്തിരി വെളുത്തുള്ളി അത് ചതഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പ്, ഇത്തിരി വിനാഗിരി, ആവശ്യത്തിനുള്ള ഓയിൽ, ഒരു 1/4 കപ്പ് ഓയിൽ വേണ്ടി വരും ഈ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നേരെ ഉപ്പ് മാത്രം ഇടാൻ പാടില്ല കേട്ടോ. നേരെ ഉപ്പിട്ട് കഴിഞ്ഞാൽ തന്നെയും ഈ മയണൈസിന് ഉപ്പ് കറക്റ്റായിട്ട് വരും. അതായത് നമുക്ക് പാകത്തിന് ഉപ്പെന്ന് തോന്നുന്ന രീതിക്ക് ഇട്ടാലും മയണൈസിന് ഉപ്പ് കൂടിപ്പോവും. കുറവായിരിക്കും എന്ന രീതിക്ക് വളരെ കുറച്ച് ഉപ്പിടുക, അത് പാകത്തിലുള്ള ഉപ്പായിട്ട് വരും കേട്ടോ. അതൊരു കാര്യമുണ്ട്, മയണൈസിന് ഉപ്പ് കൂടിയാൽ കൊള്ളൂല. അതുപോലെ തന്നെ അറബിക് സാലഡിനും വളരെ കുറച്ച് ഉപ്പ് ഇടാൻ പാടുള്ളൂ. ആദ്യമൊക്കെ ഞാൻ പാകത്തിനുള്ള ഉപ്പിടും. പക്ഷേ പാകത്തിനുള്ള ഉപ്പെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉപ്പ് ഭയങ്കര കൂടുതലായിട്ട് തോന്നും. അതുകൊണ്ട് ഈ 2 ഐറ്റംസിനും നമ്മൾ ഉപ്പ് വളരെ കുറച്ച് ഇടാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് വെച്ച് കഴിക്കുന്ന സമയത്ത് മാത്രം മയണൈസ് എടുത്താൽ മതി. മയണൈസ് ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ വേറെ തരത്തിലുള്ള മയണൈസൊക്കെ ഉണ്ടാക്കാൻ എൻ്റെ അടുത്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതൊന്നും ഇവിടെ പറ്റില്ല. ഞാൻ ചിലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് മയണൈസിൻ്റെ രൂപം മാത്രമേ ഉള്ളൂ, ടേസ്റ്റൊന്നും ഇല്ലെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ മയണൈസ് ഹെൽത്തിന് അത്ര നല്ലതല്ല. എങ്കിൽ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്ര വലിയൊരു പ്രശ്നം വരുന്നില്ല. അങ്ങനെ ഞാൻ ഈ മയണൈസ് തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ റിച്ചാർഡിന് കളിക്കാൻ പോകണം. അതുകൊണ്ട് തന്നെ ഈ ചൂട് അതായത് ഒന്ന് ചൂടിരുന്നിട്ടാണ് സാധാരണ ഞാൻ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒട്ടും ചൂടിരുന്നിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ തുറന്നു. കാരണം അവന് ഒരു 12:30 പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തെങ്കിലും എടുത്ത് കൊടുക്കണമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ സെർവ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ ചിക്കൻ മന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡിന് ഈ കളിക്കുന്നത് എന്തിനാണ്, എന്താ കളി എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നും. അപ്പം ഞാൻ ഈ സംശയം തന്നെ അവൻ്റെ അടുത്ത് ചോദിക്കുക, എങ്ങനെയാണ് ഇതെന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോയിട്ട് കളിക്കാൻ. ആ ഒരു സമയത്ത് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് വരാറുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ മമ്മി അത് വീട്ടിലിരുന്ന് കളിക്കുന്ന കളികളാണ് കൂടുതലും. ഈ കമ്പ്യൂട്ടറിലൊക്കെ കളിക്കുന്ന ഗെയിമുകൾ വീട്ടിലിരുന്ന് കളിക്കുന്നതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് നമ്മളുടെ ആരോഗ്യത്തിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ്. എന്താണ് പൊന്നോ, എന്താണിപ്പാ
എന്താണ് അവിടെ നിൽക്കണത് കൊച്ച്? ചേട്ട അൽഫാം മന്തി കഴിക്കണേണ്. കൊച്ചിന് ഇഷ്ടമുള്ള ഐറ്റമാണ് അൽഫാം. വെറുതെ പറയണ ആടോ. അൽപ്പ ചിക്കൻ കൊച്ചിനോട് പറയുമ്പോൾ അത് അൽപ്പയിക്കനാവും. അൽഫാം മന്തി മുത്തേ. അയ്യടാ നിൽക്കണോ വെച്ച് അവിടെ ഇരിക്ക്. ഏപ്പെട്ട അതൊന്നും കൊച്ചിനെ പഠിപ്പിച്ചില്ലല്ലോ നമ്മൾ. സിറ്റ് സ്റ്റാൻഡും ഗോ ഫ്രണ്ട് ഗോ ബാക്ക് അതൊന്നും പഠിപ്പിച്ചില്ല അല്ല പൊന്ന. ചിരുന്ന്. അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ നിവർത്തിയില്ല. ഇത് നമ്മൾ നടന്നാണ് കളിക്കുന്നത്. ഇപ്പോൾ ഇവൻ വണ്ടിയിൽ പോയാൽ തന്നെയും വണ്ടി എവിടെയെങ്കിലും നമ്മളിപ്പോൾ എത്തേണ്ട ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ നേരത്ത് വണ്ടി അവിടെ വെച്ചിട്ട് നടന്നാണ് ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നടന്ന് കളിക്കുമ്പോൾ നമ്മൾ നടക്കുകയും ചെയ്യുന്നുണ്ട്, പ്രകൃതിയുമായി ചേരുന്നുണ്ട്. ഇതുവരെ കാണാത്ത പല പല സ്ഥലങ്ങൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളാണ്, അതുപോലും നമ്മൾ കണ്ടിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. ഈ ഒരു കളിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ നമ്മൾക്ക് ഹെൽത്തുമാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ വന്നിട്ട് പറയാറുണ്ട് ഇന്ന് 5 കിലോമീറ്റർ കൂടുതൽ നടന്നു കഴിഞ്ഞെന്നൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്കും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിമാണ് കളിക്കുന്നത്. ഇത് നമ്മളുടെ ലോകം മുഴുവൻ കളിക്കുന്നൊരു ഗെയിമാണ്, ഏതാണെന്നൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ ആ ഒരു ഗെയിം കളിക്കാനായിട്ട് ഫ്ലൈറ്റിൽ പല പല രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞത്. അത്രയും പണം ചിലവാക്കി ഈ ഗെയിമിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് കളിക്കുന്ന അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കളിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ പറയണത് ഇതുകൊണ്ട് എനിക്ക് ശരീരത്തിന് ദോഷമില്ല, വേറെ നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല, മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. നേരെ മറിച്ച് പുകവലി, മദ്യപാനം, സ്ത്രീകളോടുള്ള പരസ്ത്രീ ബന്ധങ്ങൾ, അതുപോലെ മയക്കുമരുന്നിന് അടിമകളാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേലും എത്ര ബെറ്ററാണ് മമ്മി ഈ ഒരു കാര്യം, ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അവൻ്റെ കോഴ്സുകളുടെ കാര്യങ്ങൾ അത് വരുമ്പോഴത്തേക്കും അവനിത് നിർത്തും. അപ്പോൾ അവൻ പറഞ്ഞു ഒരിക്കലും ഒരു കാര്യത്തിലും അഡിക്ഷൻ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഷിപ്പിലായിരിക്കുമ്പോൾ കളിക്കാൻ പറ്റില്ല, ഷിപ്പിൽ അവൻ ജോലി മാത്രമേ ചെയ്യണത്. നാട്ടിൽ വരുമ്പോഴത്തേക്കുമാണ് ഇത് കളിക്കണത്. പക്ഷേ നാട്ടിൽ അവൻ ഇപ്പോൾ ഈ ജൂൺ മാസത്തിലായിരുന്നു അവന് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു ജൂൺ മാസം അവരുടെ മിനിമം സ്റ്റുഡൻസ് ആയില്ല, അതുകൊണ്ടാണ് അവർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാതിരുന്നതും ഇവന് ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നതും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത മാസത്തേക്ക് വേണ്ടി നമ്മൾ നോക്കി നിൽക്കണം. മിനിമം സ്റ്റുഡൻസ് ഇല്ലാതെ കോഴ്സ് അവർ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് റിച്ചാർഡിന് ഇപ്പോൾ ഒരു മാസം കൂടി നീങ്ങി കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവന് ഇത്തിരി ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അവൻ ഈ ഗെയിം കളിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണാം അവനിങ്ങനെ, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ അവൻ ഇതേ കളിക്കാൻ പോയി എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അവൻ ഇപ്പം നമ്മളുടെ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും യാതൊരു വീഴ്ചയും വരത്തില്ല. അല്ലെങ്കിൽ ഞാൻ കളിക്കണേന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുമോയെന്ന് അവൻ ഒരിക്കലും പറയില്ല. ഇപ്പം എത്ര നിങ്ങൾക്ക് കാണാമല്ല എൻ്റെ പല്ലിൻ്റെ കാര്യത്തിന് ഓരോ സമയത്തും അവൻ തന്നെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഗെയിമിൻ്റെ കാര്യങ്ങൾ അവനത് ആ ഒരു സമയവും കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതും ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നതാണ് അവൻ പുറത്ത് എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ എന്നെ കൊണ്ടാണ് പോകുന്നത്. അവൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൂടിയിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. റോജർ ഇടയ്ക്ക് ഫ്രണ്ട്സിനെ കൂടിയൊക്കെ പുറത്ത് പോകാറുണ്ട്. പക്ഷേ റിച്ചാർഡും റയനും ഒരിക്കലും അങ്ങനെ പോകാത്ത ആൾക്കാരാണ്. അവർക്ക് അവരുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് ഞാനാണ്. എന്നെ കൊണ്ട് പോകുന്നതാണ് അവർക്ക് രണ്ടാൾക്കും സന്തോഷം. റോജറും എന്നെ കൊണ്ട് പോകാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ ഒപ്പം വേറെ രീതിയിലും പോകാറുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സിൻ്റെ ഒപ്പം അങ്ങനെ എൻജോയ് ചെയ്യാൻ പോകാത്ത ആളുകളാണ്. ഇപ്പം ഞാൻ റിച്ചാർഡും കൂടി പോകുന്നത് പുതിയൊരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിനിമ അവൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു 5 മണിയായപ്പോഴത്തേക്കും, 5 മണിക്കാണ് സിനിമ തുടങ്ങുന്നത്, ഒരു 4:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സിനിമ ഏതാണെന്ന് പോലും എനിക്കറിയില്ല, അതാണ് ഞാൻ പോയി കണ്ടത്. ലിറ്റിൽ ഹാർട്ട്സ് എന്നാണ് സിനിമയുടെ പേര്. സൂപ്പർ സിനിമയാണ്, കുറേ നാൾ കൂടിയിട്ട് കുറേ ചിരിച്ച ഒരു സിനിമയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമ പോയി കാണാം. നല്ല സിനിമയാണ്. ബാബുരാജൊക്കെ നല്ല അടിപൊളിയായിട്ട്, ബാബുരാജ് എന്നല്ല എല്ലാവരും നല്ല സൂപ്പറായിട്ട് നല്ല കുറേ തമാശകളുള്ള ഒരു സിനിമയാണ് കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത്. അപ്പോൾ അത് നമ്മളുടെ ജി സിനിമാസിലാണ് പോയി കണ്ടത്. അപ്പോൾ സിനിമയൊക്കെ ഒരു 7-7:15 തന്നെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അതിനുശേഷം പിന്നെ പിറ്റേ ദിവസത്തെ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് പോകാം, നമുക്ക് പോകാം. പപ്പ കാർ ഇറക്കിയിട്ട് നീ കയറിയില്ലേ?
തുറന്നു കിടക്കണ? ഓ ആ ഓക്കെ. ഞാനും പപ്പയും കൂടി ഒന്ന് ലേഡീസ് സ്റ്റോർ വരെ പോകേണ്ടത്. കാരണം എനിക്ക് കുറച്ച് ക്ലിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കണം. പക്ഷേ റിച്ചാണെ കൂടി പോകുമ്പോൾ അതിന് നേരം കിട്ടാറില്ല. പെട്ടെന്ന് ഓടി പോകുന്നതാണ് കാര്യം കഴിഞ്ഞിട്ടേ. അപ്പോൾ ഇതിന് വേണ്ടി മാത്രം ഒന്ന് പോകണം. അപ്പോൾ റിച്ചാർഡ് ഇന്ന് ഇല്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് ഞാൻ പപ്പനെയും കൊണ്ട് പോകണേന്ന്. അപ്പോൾ റൂബിനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. റൂബിനെയും കൊണ്ട് പോകുന്നത് ഓടണ എൻ്റെ ചുറ്റും. അപ്പം ഞാനില്ലാതെ അവൾ കാറിൽ കയറില്ല. ഞാൻ ഉടുപ്പ് മാറുന്ന നേരത്ത് കാർ ഇറക്കിയിട്ട് റൂബിനെ അങ്ങോട്ട് കയറ്റാൻ പറഞ്ഞിട്ട് അവൾ കയറണില്ല, ഞാൻ കയറാതെ. അപ്പോൾ കാറൊക്കെ പുറത്തിറക്കിയിട്ട് അവിടെയല്ല, അവിടെ പപ്പയാണ് കയറുന്നത്, ഇവിടെയാണ് കയറുന്നത്. റൂബി ഇവിടെയാണ് കയറുന്നത്. ആ ആ കയറ് 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 മുത്തേ കയറ്. ആ കയറ്റി കൊടുക്കാൻ. ഓക്കെ. ആ അപ്പോൾ ഇന്ന് ഏതായാലും കറി വെക്കാനാ ഒന്നിനും ഞാൻ നിന്നില്ല. കാരണം ജോലികൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ലെന്നറിയാം. അപ്പോൾ എൻ്റെ അത്യാവശ്യം എനിക്ക് വേണ്ടത് ഹെയർ ഡൈ ആണ്. എൻ്റെ മുടിയുടെ നരപ്പ് കുറച്ച് പുറത്തായിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഡൈ വേണം. പപ്പനോട് പറഞ്ഞാൽ പപ്പ മേടിച്ച് കൊണ്ടുവരും. കഴിഞ്ഞ തവണ പപ്പ തന്നെയാണ് എനിക്ക് ഹെയർ ഡൈ മേടിച്ചിട്ട് വന്നത്. പക്ഷേ ഇത്തവണ എനിക്ക് ഈ ക്ലിപ്സ് പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ നോക്കാനുണ്ട്, ഒരു ഫൗണ്ടേഷൻ നോക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോകണം. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഹെയർ ഡൈ ഒക്കെ മേടിക്കാം, എല്ലാം മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ പപ്പക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് എനിക്ക് ഈ കോസ്മെറ്റിക്സും ഡ്രസ്സും ഒക്കെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൂടെ സെലക്ട് ചെയ്യാനും ഒക്കെ. പക്ഷേ റൂബി ഉള്ളതുകൊണ്ട് കടയിലേക്ക് കയറാൻ പറ്റൂല. എങ്കിൽ തന്നെയും ഇന്ന് നമ്മൾ പോയ കടയിൽ അവർ റൂബിനെ കയറ്റിക്കോ എന്ന് പറഞ്ഞു. കാരണം റൂബി ആലമുറയിട്ട് കരച്ചിലായിരുന്നു പുറത്ത്. കാരണം പപ്പ കാറിൽ നിന്ന് പുറത്ത് ഇറക്കി നിർത്തി ഞാൻ കടയിലേക്ക് കയറിയപ്പോഴത്തേക്കും. പക്ഷേ അവൾ എന്നെ കണ്ടു നിൽക്കുന്നത് കൊണ്ട് എന്നെ പുറത്ത് നിന്ന് ഭയങ്കര ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ അവർ പറഞ്ഞ് സാരമില്ല, ഡോഗിനെ ഇതിനകത്തേക്ക് കയറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവളും ഞാനും പപ്പയും കൂടിയാണ് സാധനങ്ങൾ എടുത്തത്. പക്ഷെ ആ കടയിൽ അധികം സാധനങ്ങൾ ഉണ്ടാകുന്നില്ല. ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇറങ്ങുമ്പോഴും ആരെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ഇതുപോലെ കരയും. പുറത്തേക്ക് ചാടാൻ നോക്കണ ആള്. അതാണ് ലേഡീസ് സ്റ്റോർ. തുറക്കല്ലേ. അങ്ങനെ സാധനങ്ങൾ അത്യാവശ്യം മേടിച്ച് വിചാരിച്ച പോലെ സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ അതേ നമ്മളുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വീട് നേരെ നോക്കുമ്പോൾ നമ്മുടെ വീട്, നമ്മുടെ ഗ്രൗണ്ട് ഒക്കെ കണ്ടല്ല. അപ്പോൾ ഇത് വഴി ഞാൻ പറഞ്ഞു ഏതായാലും വീട്ടിലേക്ക് കയറണ്ട, നമുക്കൊന്ന് ബീച്ചിലേക്കൊക്കെ പോയി റൂബിൽ അവിടെ ഒന്ന് ഇറക്കിയൊക്കെ ഒന്ന് നിർത്തി ബെൽറ്റൊക്കെ ഇട്ടല്ലേ കൊണ്ടുവന്നേക്കണത്. നേരത്തെയൊക്കെ നമ്മൾ ഇതിൽ ബീച്ച് വഴി കയറുമ്പോൾ ഇവൾ കൂടെ ഉണ്ടെങ്കിൽ ഇവളെ ഇറക്കാൻ പറ്റില്ല. കാരണം ഇവൾക്ക് ബെൽറ്റൊന്നും ഇടാതെ ഞങ്ങൾ ചുമ്മാ ഒന്ന് കയറ്റിക്കൊണ്ട് പോകണമായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബെൽറ്റൊക്കെ ഇട്ടതുകൊണ്ട് നമുക്കൊന്ന് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് നേരം നിർത്താമെന്നും പറഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് വന്നതാണ്. അപ്പോൾ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് പപ്പതേ ബീച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിൽക്കണേണ്. ഇനി വല്ലയിടത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പറയണം എൻ്റെ കാല് കിഴക്കണം, എനിക്കൊരു സ്ഥലത്ത് ഇരിക്കണം, അല്ലാതെ പപ്പ മിണ്ടൂല. പണ്ട് ഞാനും കുട്ടികളും ആയിട്ട് പപ്പ ഞങ്ങൾ ബഹളം വെക്കുമ്പോൾ ബീച്ചിലേക്കൊക്കെ ഇടയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പപ്പ കൈയും കെട്ടി ഇവിടെ ഒരു ഒറ്റ നിപ്പാണ്. നമ്മളെ ഒരു രീതിയിലും വെള്ളത്തിലിറക്കി കളിപ്പിക്കാനാ കുട്ടികളെ ഒന്ന് കളിപ്പിക്കാനാ ഒന്നും സമ്മതിക്കൂല കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഒരു പാക്കറ്റ് കപ്പലണ്ടി മേടിച്ചു തരാൻ പോലും പപ്പക്ക് താല്പര്യമില്ല അവിടെ നിന്ന്. അങ്ങനെ അപ്പോൾ ഇവിടെ കുട്ടികൾ പറയാറുണ്ട് പപ്പയുടെ കൂടെ ഒരു സ്ഥലത്തും പോകാതിരിക്കണേ നല്ലത്, അതിലും നല്ലത് മരണ വീട്ടിൽ പോകണേന്ന് പറയും. കാരണം അതിന് തുല്യമാണ്. പുള്ളി സൈലൻ്റ് ആയിരിക്കും, വളരെ സീരിയസ് ആയിട്ട് ഒരൊറ്റ നിപ്പാണ്, അതും കയ്യും കെട്ടി ഒരൊറ്റ നിപ്പാണ്. അപ്പോൾ ആ ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴും, യാതൊരു മാറ്റമില്ല, ഇത്തിരിയും കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ റൂബിനെ കൊണ്ട് അവിടെ വന്ന് നിന്നിട്ട് ഞാൻ എൻ്റെ കാല് കഴക്കണേ ആക്സാ, ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണേണ്. എടുത്തത്
അപ്പം നമ്മുടെ റൂബിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടാവട്ടെ എവിടെ ചെന്നാലും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വരണം. ആ കുഞ്ഞ് ഞങ്ങൾ വന്ന ആ സമയം മുതലേ ഇവളെ കണ്ടിട്ട് ഇങ്ങനെ പുറകെ നടക്കണേ. അവൾക്ക് തോടണം, പക്ഷേ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മുടെ റൂബിക്കൊരു സ്വഭാവമുള്ളത്, അവൾ പെട്ടെന്ന് കുരക്കുവേ. അപ്പോൾ പേടിച്ചു പോകും കുഞ്ഞ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്, പെട്ടെന്ന് ചിലപ്പോൾ കുരക്കും, അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടാ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പിന്നെ അവിടെ ഇരിപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ എനിക്കൊരു ഐസ്ക്രീം മേടിച്ചതാ, എല്ലാം ഇങ്ങനെ പറയണം, ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൺ ഐസ്ക്രീം ആണ് പറഞ്ഞതെങ്കിലും പുള്ളി കൊണ്ടുവന്നത് വേറൊരു ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. ചോക്കോബാർ അതാണ് കൊണ്ടുവന്നത്. അതും ഞാൻ വാനിലയുടെ ഐസ്ക്രീമാണ് പറഞ്ഞു വിട്ടത് കൊണ്ട് ആ വാനിലയുടെ ചോക്കോബാറാണ് കൊണ്ടുവന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ തന്നെയും പിന്നെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിച്ച്. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ 2 പേരെ കണ്ട്. ഒരാൾ, ഈ 2 പേരെയും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇവിടെ ഈ ബീച്ചിൽ വരുമ്പോൾ എപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന ഒരാളാണ് മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ആ പുള്ളിയുടെ വീട്. പക്ഷേ ഞാനങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നേരത്തെയും നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ വീഡിയോ അവിടെ ഉണ്ടാകാറുണ്ട്, എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ പുള്ളീനെ ഇവിടെ റൂബിനെ കണ്ട് എപ്പോഴും വന്ന് റൂബിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തവണ ഞാൻ ആ പുള്ളീനെ കണ്ടപ്പോഴത്തേക്കും വീഡിയോ എടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ആ മാർട്ടിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ. ഫോർട്ട് കൊച്ചി മാർട്ടിൻ എന്നൊക്കെ നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. പുള്ളി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സിംസന്റെ ഒക്കെ വീട് അറിയില്ലേ? സിംസൺ അറിയോ? ഡൈവർ സിംസൺ അതല്ല, മറ്റേ നമ്മുടെ ഈ കാർണിവലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൗണ്ടില്ലേ, സ്റ്റേജിന് തൊട്ട് പറയില്ല. ഇവിടെ നോക്കണേ, വേറെ ഡോഗ്സ് വന്നിട്ടുണ്ട്. റൂബി. ഞങ്ങള് രാത്രി ഇവിടെ ഡോഗ്സിന് ഫുഡ് കൊടുക്കുമ്പോഴേ ഇയാളോട് വന്നിട്ട് എന്തോ കൊടുക്കും ഹസ്ബൻഡ് നോക്കാൻ നേരത്തെ വൈകുന്നേരം അതിൽ വന്നിട്ട് ആ വഴിയിൽ കുറച്ച് ഡോഗ് കിട്ടും. അപ്പോൾ ആ വഴി വന്നിട്ട് ആ ഇതിന്റെ ബോർഡർ ഉണ്ടല്ലോ, അവിടെ കൊടുത്തിട്ട് കുറച്ചു നേരം പച്ച കളിപ്പിച്ചിട്ടൊക്കെ പോയി. ഞാൻ കൊടുക്കും, അവരെന്നോട് സംസാരിക്കുമെന്ന്. അപ്പൊ പുറയില് 1-2 പട്ടികളുണ്ടാവും സ്ഥിരം. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. ഇയാളെപ്പോഴും ഉണ്ടാവും മകർപ്പ്. ഇതൊന്നും തിന്നൂല അങ്ങനെ, ഡ്രൂസ് ഒന്നും തരും. ഇവിടെ ഇരുട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇട്ടാ, അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചല്ലേ വിളിച്ചോളൂ. ഞാനെന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു, പ്രകടനമൊക്കെ കണ്ടായിരുന്നു. അപ്പൊ സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാനും ഈ നാട്ടുകാർക്കാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഇവിടെ തോമ്പടിയാണ്, കല്യാണം കഴിച്ചു വന്ന ഫോർട്ട് കൊച്ചി. റൂബി എങ്ങനെ വീടിനകത്ത് തന്നെയാണേ, പുറത്തേക്ക് ഇറങ്ങണ കുറവാണ്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നിൽക്കാം, പക്ഷെ എനിക്ക് ആളത്രക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പം മാർട്ടിൻ സ്ഥിരമായിട്ട് ഡ്രൂൾസിൻ്റെ ഒരു പാക്കറ്റ് കയ്യിൽ പിടിച്ചിട്ട് എല്ലാ ഡോഗുകൾക്കും വഴി നീളെ ഇട്ട് കൊടുത്ത് പോരുന്ന ഒരാളാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മളുടെ ഡോഗിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് മാർട്ടിൻ അവിടെ വന്നിട്ട് ഈ ഡ്രൂൾസൊക്കെ മാർട്ടിൻ നമ്മുടെ ഡോഗ്സിനും നമ്മളുടെ അവിടെ ഭക്ഷണം കൊടുക്കുന്ന ഡോഗ്സിനും കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന ആ വ്യക്തിനെ നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളുടെ ബഷീറുടെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സുഹാനയുടെ ഫാദറാണത്. അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു സുഹാനയുടെ ഫാദറാണതെന്ന്. എങ്കിലും ഞാൻ അങ്ങനെ മീണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഞങ്ങളുടെ അടുത്ത് പതിയെ ചിരിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു സുഹാനയുടെ ഫാദറല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച്, ഒരുപാട് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതായത് ഒരുപാട് കാഴ്ചപ്പാടുകളും ചിന്താശക്തിയും ലോകപരിചയവും ഒരുപാട് അറിവുകളുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. ഒരു അരമണിക്കൂറിൽ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേട്ടിരിക്കാൻ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ, ഈ ലോകത്തുള്ള നടക്കുന്നതായ ഒരുപാട് കാര്യങ്ങൾ, പുതുമകൾ, എനിക്ക് അറിയില്ലാത്ത കുറേ കാര്യങ്ങൾ, ഇതൊക്കെ പുള്ളി അവിടെ ഇരുന്ന് പറഞ്ഞു കേട്ടാ. വളരെ കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് അതിശയം തോന്നിപ്പോയി. നമ്മൾ ഒരാളെ കാണുന്ന പോലെ അവരുടെ അറിവുകൾ അത്രയും വലുതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നി, ഒരുപാട് അറിവുകളുള്ള ആളായിട്ട് എനിക്ക് തോന്നി. ഈ ലോകത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും നമ്മൾക്ക് പറഞ്ഞൊക്കെ തന്നവിടെ ഇരുന്നിട്ട് അങ്ങനെ ഒത്തിരി നേരം നമ്മൾ അവിടെ ഇരുന്നിട്ടാണ്. പിന്നെ റൂബിയും ഒരു ശല്യം ഉണ്ടാകുന്നില്ല, കാരണം ചൂടൊന്നും ഇല്ലായിരുന്നുകൊണ്ട് റൂബി അവിടെ മാറിക്കിടന്ന്, നമ്മൾ ബെൽറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് ഓടിപ്പോകില്ല. അത് അവിടെ അങ്ങനെ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ റൂബിനെ കുളിപ്പിക്കാതെ നിവർത്തിയില്ല. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന പാടെ
ഞാൻ ആദ്യം റൂബിനെ കുളിപ്പിച്ചെടുത്ത്. അപ്പോൾ ഞാൻ കറിയൊന്നും വെക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ആദ്യം തന്നെ റൂബിനെ കുളിപ്പിക്കാതെ അവൾ ഒരു സ്ഥലത്തേക്കും ചാടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുളിക്കാതെ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് പിന്നെ ഒരു വിഷമമാണ്. അവിടെയൊക്കെ നടന്നതല്ലേ, ആ കാലം കൊണ്ടല്ലേ അവൾ കയറി, നമ്മളുടെ മുറ്റത്ത് നടക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ റൂബിനെ കുളിപ്പിച്ച് അതിനുശേഷം പിന്നെ ഞാൻ കുളിച്ച്, എനിക്ക് കുളിക്കാതെ പറ്റൂലല്ലോ, കുളിമുറിയും ഒന്ന് കഴുകിയിട്ട് അതിനുശേഷം ഞാൻ പിന്നെ പോയിട്ട് ഇത്തിരി കറി ഉണ്ടാക്കി. നമുക്ക് ഊണ് കഴിക്കാനൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, അപ്പോൾ 2 മുട്ടയും തിളപ്പിച്ച് അത് കഴിഞ്ഞാണ് ഞാൻ ഇത് സാധനം എടുത്തത് കേട്ടോ. നമ്മൾ മേടിച്ച സാധനങ്ങൾ ഇത്രയൊക്കെയാണ് മേടിച്ചതാകപ്പാടെ. കുറച്ച് ക്ലിപ്പുകളും ഹെയർ ബാൻഡും, പിന്നെ എൻ്റെ മുടി ഭയങ്കര മുറിമുടിയായിട്ടിരിക്കണോണ്ടേ മുഖത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ മുഖം ചൊറിയാൻ തുടങ്ങും, മുടി ഇങ്ങനെ കാറ്റടിച്ചിട്ട് ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ ബാൻഡ്, പിന്നെ ഈ ഒരു ടിക് ടിക് ക്ലിപ്പ് ഒരു 4 എണ്ണം, പിന്നെ ഇത്തിരി ഇതായിട്ട് മേടിച്ചത് 2 നമ്മുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. 2ഉം നല്ല കളറായിട്ട് തോന്നി. അപ്പോൾ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് ലിപ്സ്റ്റിക്കാണ്, ഇത് എനിക്ക് ഈ ബ്രാൻഡൊന്നും എനിക്കറിയില്ല. എങ്കിൽ തന്നെ അവിടെ വേറെ നമ്മൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയും അന്വേഷിച്ച് നടക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ എനിക്ക് അത്ര ഒരു താല്പര്യം തോന്നാറില്ല. കളറുകൾ നമ്മളൊന്ന് അടിച്ച് കയ്യിൽ നോക്കിയിട്ട് എടുക്കണമെന്ന് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ഈ 2 കളർ എനിക്ക് ഇഷ്ടപ്പെട്ട് 195 ആണ് ഒരെണ്ണത്തിൻ്റെ വില. ഭയങ്കര വില കൂടിയ കോസ്മെറ്റിക്സ് ഒന്നും ഞാൻ മേടിക്കാറില്ല. അപ്പോൾ ഇത് 2 എണ്ണം മേടിച്ച്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിങ്ങിൽ മേടിച്ചത്. വേറെ കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഞാൻ ഫൗണ്ടേഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 3-in-1 ഫൗണ്ടേഷൻ മേടിക്കാനാണ് ഞാൻ ചെന്നത്. പക്ഷേ അവിടെ 3-in-1 ഫൗണ്ടേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയില്ല. മേബിളിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ അവിടെ ഉണ്ട്, പക്ഷേ 3-in-1 ആയിരുന്നില്ല. അപ്പോൾ റൂബി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. റൂബിയുടെ മുടി അങ്ങനെ ഉണങ്ങി വരണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി അവളുടെ മുടി ചീവിയിട്ട്, ഇന്നലെയും ചീവിയതാണ്, മൊത്തം ഈ രോമമെല്ലാം കളഞ്ഞതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ചീവണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവൾക്ക് ക്യാമറ വെച്ച് കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ഇത്തിരി നാണമുണ്ട് കേട്ടോ. ക്യാമറ വെക്കാതെയാണ് ചീവണമെന്നുണ്ടെങ്കിൽ അവൾ ഇരുന്ന് തരും. അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ക്യാമറ ഉള്ളത് അവൾക്കറിയാം, അതുകൊണ്ട് അവൾ ഇരിക്കാതെ പൊങ്ങി പോകണേണ്. ഇതിന് മുൻപ് അവൾ ഓടി പുറത്തേക്കൊക്കെ പോയി, പിന്നെ 2ാമത് വന്ന് നിൽക്കുന്ന ആദ്യം ഒരു ചീവൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവളുടെ മുടി ചീവണേണ്. പിന്നെ ആണെങ്കിൽ അവൾക്ക് ഈ ഡോഗ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കുളിപ്പിക്കാൻ പാടില്ല. ഇവൾക്ക് കൂടുതലും സ്കിന്നിന് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് അടുപ്പിച്ചടുപ്പിച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു ദിവസമൊക്കെയാണ് ഇവളെ കുളിപ്പിക്കണം. അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പം നമ്മളിങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കാനേ ഡോക്ടർമാർ പറയുള്ളൂ. വാരി വെച്ച് മുടി കോംബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഇത് അഴുക്കായുള്ള മുടിയൊക്കെ ഇല്ലേ, അത് പോവുകയും ചെയ്യും. പിന്നെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കോംബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പൊടിയും അഴുക്കും പഴയ മുടി എല്ലാം ഇങ്ങനെ പോയി ക്ലീൻ ആയിട്ടിരിക്കും. അല്ലാതെ ഇവർക്ക് അങ്ങനെ സ്മെല്ലൊന്നും വരില്ല. ഞാൻ പറയാറില്ലേ, ഫുഡ് കഴിക്കുന്നതനുസരിച്ചിട്ടാണ് സ്മെല്ല് വരുന്നത്. ഈ ബീഫിൻ്റെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മെല്ലായിരിക്കുള്ളൂ. മറ്റുള്ള ചിക്കൻ, വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനങ്ങൾ അതിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്മെല്ലില്ല, ബോഡിക്ക് സ്മെല്ലില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതിനകത്ത് ഫില്ലാകും കേട്ടോ, പൊങ്ങി നിൽക്കും, ബെഡ് പോലെ ആകും ഇത് മുടി, ഇവളുടെ രോമം. അപ്പോൾ അതിങ്ങനെ ഒരു വടി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കളയും കേട്ടോ. എന്നിട്ട് കുത്തിയൊക്കെ കളഞ്ഞ് അത് വൃത്തിയാക്കിയിട്ട് വെക്കും. അങ്ങനെ മുടിയൊക്കെ വാരി വൃത്തിയാക്കി. അപ്പോൾ അതിൻ്റെ മുട്ട തിളപ്പിച്ചൊക്കെ സെറ്റായിട്ടിരിപ്പുണ്ട്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞാനും പപ്പയും ചോറുണ്ട്. പിന്നെ റിച്ചാർഡ് വന്നത് വൈകുന്നേരം, കാരണം അവൻ 30 കൂടാൻ പോയി, അതിനുശേഷം കളിക്കാൻ പോയി, എല്ലാം കഴിഞ്ഞാണ് വന്ന് അവനൊരു ചായയൊക്കെ ഇട്ട് കൊടുത്ത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ വീണ്ടും കാണാം. താങ്ക് യു.